PRO ആയി പേരെടുത്ത് പിന്നീട് സംവിധായകനായ എബ്രഹാം ലിങ്കൺ അനാമിക എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഡീസന്റ് പാർട്ടീസ്. ജഗദീഷാണ് ഈ ചിത്രത്തിലെ നായകൻ. സൂപ്രതാരങ്ങളെ വെച്ച് മാത്രം സിനിമ ചെയ്തുകൊണ്ടിരുന്ന മലയാളത്തിൽ നമ്മുടെ സിനിമാ പ്രവർത്തകർ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ചിത്രം. മാത്രവുമല്ല, സാമ്പത്തിക മാന്ദ്യം നേരിടുന്ന ഈ കാലയളവിൽ ലോ ബഡ്ജറ്റ് സിനിമകളുടെ സാധ്യത മലയാളത്തിൽ ഏറുകയാണ്. എണ്ണത്തിൽ ഗണ്യമായി കുറവ് വന്നിരിക്കുന്ന മലയാള സിനിമയുടെ നിലനിൽപ്പിന് ഇത്തരം സിനിമകൾ തീർച്ചയായും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഡീസന്റ് പാർട്ടീസിന്റെ പൂജാവിശേഷങ്ങളാണ് ഇനി അറ്റ്ലസ് ജ്വല്ലറി ഷൂട്ട് ആൻഡ് ഷോയിൽ. ഒരിക്കൽ കൂടി പ്രീ പ്രൊഡക്ഷൻ. ഒരു കാലത്ത് മലയാളത്തിൽ നായകനായും ഹാസ്യതാരമായും ഒക്കെ വിലസിച്ച ജഗദീഷ് ഒരു ഇടവേളയ്ക്ക് ശേഷം നായകനാകുന്ന ചിത്രമാണ് ഡീസന്റ് പാർട്ടീസ്. PRO ആയി സിനിമയിലെത്തി പിന്നീട് 2 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്ത എബ്രഹാം ലിങ്കൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ സരോവരത്തിൽ വെച്ച് അപ്പോളോ ടയർസ് പർച്ചേസ് മാനേജർ മുരളി ഗോപാൽ ഭഗവതീരം തെളിയിച്ച ചടങ്ങിൽ വിജയരാഘവൻ, കലൂർ ഡെന്നിസ്, വിൻസെന്റ്, സിദ്ദിഖ് ഷമീർ, KP വേണു എന്നിവരും ചെയ്തെളിയിച്ചു. കലാഭവൻമണി, സലീം കുമാർ, നെടുമുടി വേണു, വിജയരാഘവൻ, സുരാജ്, മച്ചാൻ വർഗീസ്, നാരായണൻകുട്ടി, ലക്ഷ്മി ശർമ്മ, ഊർമിള ഉണ്ണി, അംബിക മോഹൻ തുടങ്ങി മലയാളത്തിലെ ഒരു നീണ്ട താരനിരയും ഈ ചിത്രത്തിലുണ്ട്. മേക്കുന്നൽ ഫിലിംസിന്റെ ബാനറിൽ വിൻസെന്റ് മേക്കുന്നൽ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ KG ജയനാണ്. പ്രശസ്ത ചെറുകഥാകൃത്ത് സുരേഷ് കൃഷ്ണന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് കലൂർ ഡെന്നിസാണ്. വയലാർ ശരത്തിന്റെ വരികൾക്ക് ഈണം പകരുന്നത് ജോൺസൺ മങ്കടയാണ്. ഷാജി പട്ടിക്കര പ്രൊഡക്ഷൻ കൺട്രോളറായ ഈ ചിത്രം മാർച്ച് 30 കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിക്കും.